الخير والسعادة وما توفيقي إلا بالله عليه توكلت إليه أنيب. സൂറത്ത് നൂറിൽ 26 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ. അപ്പോൾ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാണ് അള്ളാഹു ഇനി പരാമർശിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടെ സ്വന്തം വീടല്ലാത്ത മറ്റുള്ളവരുടെ വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ഹത്താ തസ്തഅനിസു, നിങ്ങൾ അനുവാദം ചോദിക്കുന്നത് വരെ. മറ്റൊരാളുടെ വീടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, മറ്റൊരാളുടെ മുറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, മറ്റൊരാളുടെ അധികാര സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി അവിടുത്തെ മര്യാദ എന്ന് പറയുന്നത് അനുവാദം ചോദിക്കലാണ്. ഹത്താ തസ്തഅനിസു. അപ്പോൾ അത് ഞാൻ കയറട്ടെ എന്നത് അതിൽപ്പെടും. ചില റിവായത്തുകളിൽ വരുന്നത് സഹാബാക്കൾ മറ്റുള്ളവരുടെ വീട്ടിൻ്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശബ്ദത്തിൽ സുബ്ഹാനല്ലാഹെന്നും അൽഹംദുലില്ലാഹെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ദിക്റുകൾ പറയും. അപ്പോൾ വീട്ടിനുള്ളിലുള്ളതൊക്കെ മനസ്സിലാവും പുറത്താരെ വന്നിട്ടുണ്ട്. ചില ആളുകൾ ചെരുപ്പിൻ്റെ ചവിട്ടടി അവിടെ എത്തുമ്പോൾ ശബ്ദത്തിലാക്കും. ചില സഹാബാക്കൾ വീട്ടിൻ്റെ അടുത്തെത്തുമ്പോൾ രണ്ടാളൊക്കെയാണ് ഒരുമിച്ച് പോകുന്നതെങ്കിൽ അവർ തമ്മിലുള്ള സംസാരത്തിൻ്റെ ശബ്ദം ഒന്ന് ഉയർത്തും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു അറിയിപ്പുമില്ലാതെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം ആദ്യം ഒരു അറിയിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അനുവാദം ചോദിച്ചതിന് ശേഷം വതുസല്ലിമു അലാ അഹ്ലിഹ, നിങ്ങൾ ആ വീട്ടുകാരുടെ മേൽ സലാം ചൊല്ലണം. കയറട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ ഇതാ വന്നു എന്ന് പറഞ്ഞിട്ട് കയറൽ മാത്രമല്ല, അതിനുശേഷം സലാം ചൊല്ലുകയും വേണം. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരാകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് മാത്രമല്ല, ആകെ അനുവാദം ചോദിക്കാതെ പിന്നെ നമുക്ക് കയറാൻ പറ്റുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം ഭാര്യൻ്റെ മുറിയിലേക്ക് മാത്രമാണ്. ഒരു സഹാബി നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ അനുവാദം ചോദിക്കണോ? നമ്മളെ വീട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ മുറികളുണ്ടാവും. അപ്പോൾ ഉമ്മ കിടക്കുന്നത്, പെങ്ങൾ കിടക്കുന്നത്, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയും, നഅം, അതേ ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബി പറഞ്ഞു, ഇന്നഹ ലൈസ ലഹ ഖാദിമുൻ ഗൈരി, ആകെ വീട്ടിൽ ഉമ്മാക്ക് ഖിദ്മത്തായി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കയറുമ്പോൾ അനുവാദം ചോദിക്കണം എന്നാണ് നബിയെ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എന്തായാലും ചോദിച്ചേ പറ്റും. അപ്പോൾ സഹാബിക്ക് വീണ്ടും വീണ്ടും സംശയം. അവസാനം നബി തങ്ങൾ ചോദിച്ചു, അതുഹിബ്ബു അൻ തറാഹ ഉരിയാനത്തൻ, നീ നിൻ്റെ ഉമ്മാനെ വസ്ത്രമില്ലാത്ത അല്ലെങ്കിൽ പൂർണ്ണമായ വസ്ത്രം ധരിക്കാത്ത അവസ്ഥയിൽ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബി പറഞ്ഞു ഇല്ല. എന്നാൽ പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ ചോദിക്കണം. കാരണം മനുഷ്യന്മാരാണ്, എല്ലാ സമയത്തും ഒരുപോലെ ജാഗ്രതയിൽ നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ മര്യാദ എന്ന് പറയുന്നത് വാതിലിന് കൊട്ടുക. അത് ഉമ്മയാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്തായാലും കാണാൻ തന്നെ പാടില്ല. അത് മറ്റൊരു ഭാഗം. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ ആ ഒരു മാന്യത നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അവരിങ്ങനെ നേരെ വന്ന് ഒരു ചോദ്യം പറച്ചിലില്ലാണ്ട് കയറി വന്നിട്ട് സെൻട്രലെത്തിയിട്ടാണ് വീട്ടുകാരറിയുക ഇങ്ങനെ രണ്ടാൾ കയറി വന്നിട്ടുണ്ട്. അത് നമ്മൾ എത്ര അടുത്ത ആളാണെങ്കിൽ പോലും, നമ്മൾ സുഹൃത്താണെങ്കിലും ശരി, ഇതാണ് ശരീഅത്ത് പഠിപ്പിച്ച മര്യാദ. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണെന്ന് ചോദിക്കില്ല, ആരാന്ന് ചോദിക്കല്ലോ. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു, ഞാനാണ് എന്ന് പറഞ്ഞു. ഇവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു, തഖൂലു അന എനിക്ക് പേരില്ലേ? ഞാൻ എന്നല്ലാലോ പറയണ്ട, എല്ലാവർക്കും ഞാൻ എന്ന് പറയാലോ, എല്ലാവരും ഞാൻ തന്നെയല്ലേ പുറത്ത് നിൽക്കുന്ന ആൾ. അപ്പോൾ പേരാണ് പറയേണ്ടത്. മറ്റൊരു സഹാബി സലാം ചെല്ലാതെ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അടുത്തുള്ള സഹാബിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന് മര്യാദ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അദ്ദേഹം വീട്ടിൻ്റെ പുറത്തേക്ക് ഒന്നുകൂടി പോയി, അസ്സലാമു അലൈക്കും അദ്ഖുൽ, സലാം ചൊല്ലിയിട്ട് ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആന്ന് പറഞ്ഞപ്പം വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന ഉദ്ദേശം എന്താണ്? ഒരു വീട്ടുകാർ അവരുടെ എല്ലാ അവസ്ഥയിലും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ആ ന്യൂനതകളൊന്നും പുറത്തുനിന്ന് വരുന്ന ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് അല്ലാഹു തആല ഇതിനെ നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. ഇനി ഇതെല്ലാം പോട്ടെ, ഇതിപ്പോൾ പുറത്തുള്ള കേസ് എന്നറിയാം. സ്വന്തം ഭാര്യൻ്റെ അടുത്ത് പോകുമ്പോൾ പോലും ഒരാൾ യാത്രയെല്ലാം ചെയ്തിട്ട് വരികയാണ്. നബി തങ്ങൾ എന്താ പഠിപ്പിച്ചത്? നിങ്ങളെ അറിയിക്കാതെ പെട്ടെന്ന് വരരുത് എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ആദ്യം അറിയിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞിട്ട് പകലിൽ തന്നെ ഉച്ചയാകുമ്പോൾ തിരിച്ചെത്തി മസ്ജിദ് നബിയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം തന്നെ വീട്ടിൽ കയറി പോയില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ നീണ്ട യാത്രയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവിടെ എത്തി, നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്, ഏകദേശം രാത്രിയാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തുമെന്ന അറിയിപ്പ് നടത്തി. സഹാബാക്കൾ പറഞ്ഞു, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അറിയുമ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ ഭാര്യമാരെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വരുന്നതൊന്നും അറിയില്ല എങ്കിൽ എല്ലാ ദിവസത്തെയും പോലെ അവരെന്ത് ചെയ്യുമെന്ന് ജീവിക്കും. നേരെ മറിച്ച് ഭർത്താവ് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഏതൊരു സ്നേഹവും ഇതൊക്കെ ഉള്ള ഭാര്യയാണെങ്കിൽ അന്നെന്ത് ചെയ്യും, ഒന്ന് അണിഞ്ഞ് ഒരുങ്ങി തയ്യാറായി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ആദ്യം അറിയിക്കേണ്ടത് അതാണ്. ഹത്താ തംശുതി വതസ്തഹിദ്ദി എന്നൊക്കെ നബിതങ്ങൾ പറഞ്ഞത്. ഒന്ന് കുളിച്ചൊരുങ്ങുവാനും മുടിയൊക്കെ ചീകുവാനും ശരീരത്തിലെ അഴുക്കുകളും മാലിന്യമൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് അവരോട് ആദ്യമേ എന്ത് ചെയ്യണം, അറിയിക്കണം. പെട്ടെന്ന് രാത്രി കയറിയിട്ടോ അല്ലെങ്കിൽ ഒരു വിവരവും ഇല്ലാതെ കയറിപ്പോകരുത് എന്ന് പറയണ്ടേ. സ്ഥിരം വന്ന് ഡെയിലി വന്ന് പോകുന്ന ആളുകളുടെ വിഷയത്തിലല്ല, ഈ പറഞ്ഞ യാത്രയൊക്കെ ചെയ്യുന്ന ആളുകളിലാണ് ഈ പറഞ്ഞ നിയമമുള്ളത്. ശേഷം അള്ളാഹു പറയുന്നു, ഫഇല്ലം തജിദു ഫീഹാ അഹദൻ, അങ്ങനെ നിങ്ങളൊരു സ്ഥലത്ത് പോയി, ഒരു വീട്ടിലേക്ക് പോയി, അവിടെ ആരെയും കാണുന്നില്ല എങ്കിൽ ഫലാ തദ്ഖുലൂഹ, നിങ്ങളവിടെ കയറാൻ പാടില്ല, ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുവാദം ലഭിക്കപ്പെടുന്നത് വരെ. ആ അനുവാദം, നമ്മൾ ഒരു സ്ഥലത്ത് അനുവാദം ചോദിച്ചു, 3 വട്ടമാണ് അനുവാദം ചോദിക്കേണ്ടത്. അൽ ഇസ്തിഅ്ദാനു സലാസത്തുൻ, നബി നിങ്ങൾ പറഞ്ഞു 3 വട്ടം ചോദിക്കുക. എന്നിട്ട് അതിൽ മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ നമ്മളവിടെ നിന്ന് തിരിച്ചു പോകണം. ഇനി നമ്മൾ അനുവാദം ചോദിച്ചു, അപ്പോൾ ആൾ പറയാണ് ഇപ്പം നിങ്ങൾ വരണ്ട, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പ്രവേശിക്കണ്ട എന്ന് പറഞ്ഞാൽ വഇൻ ഖീല ലക്കും ഉർജിഉ, നിങ്ങളോട് പറയുകയാണ് ഇപ്പം നിങ്ങൾ പോയിക്കോ എന്ന് പറയാൻ. നമ്മൾ പിരിവിന് പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയി, ഇപ്പോൾ ഇല്ല, നിങ്ങൾ പിന്നെ വാ, ഇപ്പം നമുക്ക് സംസാരിക്കണ്ട, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കാണണ്ട എന്ന് പറഞ്ഞാൽ ഫർജിഉ, പിന്നെന്ത് ചെയ്യാൻ പാടില്ല, അവിടെ നമ്മൾ നിൽക്കാൻ പാടില്ല. ഹുവ അസ്കാ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായത്. വല്ലാഹു ബിമാ തഅമലൂന അലീം. അല്ലേ, പിന്നെ പിരിവിനൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്തുള്ള ചെയറിൻ്റെ മുകളിലൊക്കെ എല്ലാവരും കയറി ഇരുന്ന് നോട്ടീസും ബ്രോഷറൊക്കെ കയ്യിലിട്ടിട്ടാണ് എന്ത് ചെയ്യുക, ഒരാൾ പോയിട്ട് കോളിംഗ് ബെല്ലടിക്കാം. ഇവൻ തുറന്നു നോക്കുമ്പോൾ പ്രസിഡൻറ്റും സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും ഖജാൻജിയും എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ഒരു മര്യാദ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ആ വാതിലിൻ്റെ നേരെ നിങ്ങൾ നിൽക്കരുത്, മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കരുത്. അനുവാദം ചോദിക്കുക. ഇന്നിപ്പോൾ പിന്നെ ബെല്ലിൻ്റെ സംവിധാനമുണ്ട്, ബെല്ലടിക്കുക, ഒന്നിക്ക് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മാറി നിൽക്കുക മെയിൻ ഡോറിൻ്റെ. ഇത് നിങ്ങൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇടത് ഭാഗത്തേക്ക് മാറി നിൽക്കുക. കാരണം തുറക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യരുത്, അങ്ങ് അടുക്കളയോളം അല്ലെങ്കിൽ സെൻട്രോളിൽ മൊത്തത്തിൽ കാണുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. ഹുവ അസ്കാ ലക്കും വല്ലാഹു ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു നന്നായി അറിയുന്നവനാണ്. ഇനി അള്ളാഹു ഈ വിഷയത്തിൽ ഒരു അളവ് നമുക്ക് നൽകുന്നത്, ലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ല, അൻ തദ്ഖുലു ബുയൂതൻ, ചില ഇടങ്ങളിൽ പ്രവേശിക്കുന്നതിന്, ഗൈറ മസ്കൂനത്തിൻ, ആൾതാമസമില്ലാത്ത, ഫീഹ മതാലക്കും, അവിടെ നിങ്ങൾക്കുള്ള സുഖാസ്വാദനമുണ്ട്, നിങ്ങൾക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിക്കലുണ്ട്, അങ്ങനെയുള്ളിടത്ത് അനുവാദം ചോദിക്കേണ്ടതില്ല. ഉദാഹരണം പറഞ്ഞാൽ പൊതുവായി എല്ലാവർക്കും ഉപയോഗിക്കാൻ അനുവാദമുള്ള സ്ഥലം, നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് റെസ്റ്റിംഗ് റൂമൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ റെസ്റ്റ് ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, ഒരു വ്യക്തിനെ മാത്രം അധീനതയിൽപ്പെട്ടതല്ല. അപ്പോൾ അവിടെ നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ, അത് ഫ്രഷ് ആകാനോ ബാത്റൂം പോകാനോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ലഗേജുകൾ വെക്കാനോ അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം. അല്ലെങ്കിൽ യാത്രക്കാർക്കുള്ള സത്രം പോലത്തെ സന്ദർഭങ്ങളാണെങ്കിൽ അവിടെ നമുക്ക് അനുവാദമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രവേശിക്കാം. എന്തുകൊണ്ട്? അത് എല്ലാവർക്കും ഈക്വലി ഡിവൈഡ് ചെയ്യപ്പെട്ടൊരു സ്പേസ് ആയതുകൊണ്ടാണ്. വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ, അല്ലാഹു തആല നിങ്ങൾ മറച്ചു വെക്കുന്നതിനെയും നിങ്ങൾ വെളിവാക്കുന്ന കാര്യങ്ങളെയും അള്ളാഹു അറിയുന്നു എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ശേഷം അള്ളാഹു തആല ഒരു മുഅ്മിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സിഫത്ത് അള്ളാഹു പറയാണ്. നമ്മളിതിപ്പോൾ തുടങ്ങിയത് സിന മുതൽ ഇങ്ങനെ തുടങ്ങി വന്നത്. സിന വന്നു, സിനൻ്റെ ആരോപണം വന്നു, ഭാര്യൻ്റെ സിന വന്നു, അത് ചരിത്രത്തിൽ നടന്നൊരു സംഭവം വന്നു, അവർക്ക് നേരെയുണ്ടായ ആക്ഷേപങ്ങൾ വന്നു, ഇതിങ്ങനെ വന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് അതിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള എല്ലാ വഴികളെയും അടക്കുന്നതാണ് കാണുന്നത്. ആദ്യം മറ്റൊരാളുടെ അധികാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയാൻ, അതിനാണ് ഈ ആദാബുകൾ പറഞ്ഞത്. ഇതും അതിൻ്റെ ഭാഗമാണ് ഇനി ശേഷം പറയാൻ പോകുന്നത്. ഖുല്ലിൽ മുഅ്മിനീൻ, നബിയെ അങ്ങ് മുഅ്മിനീങ്ങളോട് പറയണം, യഗുദ്ദൂ മിൻ അബ്സാരിഹിം, കണ്ണുകളെ ചിമ്മിയടക്കാൻ അങ്ങ് മുഅ്മിനീങ്ങളോട് കൽപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൂമിയിലെ എല്ലാ കാഴ്ചകളും കാണാനുള്ള അനുവാദം നമുക്ക് നൽകിയിട്ടില്ല. എല്ലാവരെയും കാണാനുള്ള അനുവാദം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല.
കാണാവുന്ന ആളുകളിൽ പോലും എല്ലാം കാണാനുള്ള അനുവാദം പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. എല്ലാം കണ്ടീഷൻഡായിട്ടാണ് അള്ളാഹു നൽകിയത്. അന്യ സ്ത്രീകളെ കാണരുത് എന്ന് പറഞ്ഞു. അന്യ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ കാണരുത് എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ തെളിവ്? ഇതാണ് അതിൻ്റെ തെളിവ്. യഗുല്ലു മിൻ അബ്സാരിഹിം, കണ്ണുകളെ അടച്ചുകൊള്ളട്ടെ. വയഹ്ഫദു ഫുറൂജഹും, അവർ അവരുടെ രഹസ്യഭാഗങ്ങളെ സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പോൾ കണ്ണിനെ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ രഹസ്യഭാഗങ്ങളെ, പ്രൈവറ്റ് പാർട്ടിനെ സൂക്ഷിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട് ഇത് രണ്ടും പരസ്പരം കണക്റ്റഡാണ്. കണ്ണിനെ സൂക്ഷിക്കാത്ത ആൾക്ക് പ്രൈവറ്റ് പാർട്ടിനെ സൂക്ഷിക്കാൻ സാധിക്കില്ല. അത് തീർച്ചയായും അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അള്ളാഹു ആദ്യത്തെ പടിയിൽ തന്നെ അള്ളാഹു ബ്ലോക്ക് ചെയ്യാൻ. നമ്മളൊരാളെ കാണുമ്പോഴാണ് നമുക്ക് ഇഷ്ടം തോന്നുക, അടുപ്പം തോന്നുക, പിന്നെ സംസാരിക്കണം തോന്നും, പിന്നെ അതിലേക്കുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ അന്വേഷിക്കും, പിന്നെയാണ് ഹറാമിലേക്ക് എത്തുക. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞു അങ്ങനെ നോക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞു ഒരാൾ ഒരു സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെയോ വസ്തുവിനെ എന്തിനോ കണ്ടു, ഉടനെ തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അയാൾ കണ്ണടച്ചു, തിരിച്ചു കളഞ്ഞു. എങ്കിൽ അബുദൽ തുഹു ഈമാനൻ, അള്ളാഹു ഹൃദയത്തിൽ ഒരു ഈമാനിനെ നൽകും. യജിദു ഹലാവതഹു ഫി ഖൽബിഹി, അതിൻ്റെ മാധുര്യം അവൻ ആസ്വദിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ വലിയ ജാഗ്രത പുലർത്തണം. ഇത് എന്താ കാര്യം എന്നറിയോ? ഇത് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഈമാനും നമ്മുടെ കൽബിനും കൂവത്തുണ്ടാവും. നമ്മുടെ ഈമാനും നമ്മുടെ കൽബിനും കൂവത്തുണ്ടാവും. കണ്ണിനെ സൂക്ഷിക്കാത്തൊരാൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. കാരണം ദുനിയാവിൽ എല്ലാ പെണ്ണിനെയും കാണല്ലേ. ഒരാൾക്ക് എത്ര പെണ്ണിനെ സ്വന്തമാക്കാൻ പറ്റും? നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുക. ഒരു 10 സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അതിൽ 7 സൗന്ദര്യമുള്ളതുണ്ടാവുമല്ലോ. ഇനി ഷെറവ് പറഞ്ഞാൽ തന്നെ നമ്മൾ നോക്കിയാൽ പോയാലും 4 അതിൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ കൽബ് വീക്കാകാണ്. അവിടെ കൽബ് വീക്കാകുന്നതെന്ന് മാത്രമല്ല, അള്ളാഹു നമുക്ക് ഹലാലാക്കി തന്ന ഭാര്യയിലുള്ള താല്പര്യം നമുക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള അപകടം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ, അവിഹിതത്തിൻ്റെ നാമ്പുകൾ ഇടുന്നത് ഈ വർക്കിംഗ് സ്പേസിലാണ്, പുറത്തല്ല. എന്താ അതിൻ്റെ കാരണം എന്ന് നിങ്ങൾക്ക്? ഈ വർക്കിംഗ് സ്പേസിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത്. 7-8 മണിക്കൂർ നമ്മളൊരു സ്പേസിൽ സമയം ചിലവഴിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ പരിധിയും ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഇടപെടലും കൊണ്ട് അവിടെ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുറത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ ഉള്ളിലാണ് ഉണ്ടാകുക. അതുകൊണ്ട് നമ്മൾ ഏതിടങ്ങളിൽ നിന്നാലും നമ്മൾ അള്ളാഹു പറഞ്ഞ നമ്മോടുള്ള കൽപ്പന കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, പടച്ചവൻ പറഞ്ഞിട്ടുണ്ട് കാണണ്ട. ഇത് നമ്മൾ കരുതും പെണ്ണിൻ്റെ വിഷയത്തിലല്ലേ. ശറഅ് പറഞ്ഞത് പെണ്ണിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ആണോ? ശരീഅത്ത് എന്താ പറഞ്ഞത്? അന്യ സ്ത്രീയെ മാത്രമല്ല കാണാൻ പറ്റാത്ത മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നമ്മളങ്ങനെ ചർച്ച ചെയ്യാറില്ല. ആരാണ് ആ വിഭാഗം? താടിയും മീശയും മുളക്കാത്ത, സ്വന്തം ബന്ധുവല്ലാത്ത സൗന്ദര്യമുള്ള ആൺകുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല? നോക്കാൻ പാടില്ല. ഉസ്താദ് എന്തായി പറയുന്നത്? ഉസ്താദ് എന്തായി പറയുന്നത്? അവരെ ഷെറൈൻ്റെ കിതാബുകളിൽ, ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ അമ്രത് എന്ന പദം ഉപയോഗിച്ചതായി കാണാം. ഭയങ്കര കർശനാണ് ആ വിഷയത്തിൽ ഫിഖ്ഹ് പറഞ്ഞിട്ടുള്ളത്. അവരെ നോക്കാൻ പാടില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞത് പഠിപ്പിക്കാൻ പോലും നോക്കാൻ പാടില്ല എന്ന്, സ്ട്രോങ് ആയിട്ട്. ചിലർ പറഞ്ഞു പഠിപ്പിക്കാം. ഇബ്നു ഹജർ ഹൈതമിയൊക്കെ പറഞ്ഞു റഹിമഹുല്ല, പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് അത്രയും അളവിൽ കാണാം. പഠിപ്പിക്കാൻ ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കണം, അത് പഠിപ്പിക്കാൻ എത്ര സമയം കാണണം? അത്ര സമയം കാണാൻ പറ്റും, ബാക്കി കാണാൻ പാടില്ല. മുസാഫഹ ചെയ്യൽ എന്തായാലും പാടില്ല. ഇതുണ്ടെങ്കിലല്ലേ പിന്നെ പോക്സോൻ്റെ ചർച്ചയുള്ളൂ. പെൺകുട്ടികൾ മാത്രമല്ല അബ്യൂസിനറിയാം, ആൺകുട്ടികൾ അബ്യൂസിനറിയാമെന്നുണ്ട്. ഷറയിൽ അതിനൊരു സാധ്യത തന്നെ ഇല്ല. എന്തുകൊണ്ട്? നോക്കാൻ തന്നെ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞത്. കൈ കൊടുക്കാൻ പാടില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞത്. കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. സുഫിയാൻ സൗരി റഹിമുള്ള പറഞ്ഞത് ഒരാണിൻ്റെ കൂടെ ഒരു ശൈത്താനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അമ്രതിൻ്റെ കൂടെ 12 ശൈത്താൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. സ്ത്രീകളിലും നമ്മൾ കീപ്പ് ചെയ്യണം. സ്വന്തം ബന്ധുവല്ലാത്ത മറ്റു ആൺകുട്ടികൾ, അവരോട് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ചില ആളുകൾക്കാണ്, അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഈ ഒരു ടെൻഡൻസിയും രോഗവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആൺകുട്ടികളോട്, ചെറിയ കുട്ടികളോട് ഭയങ്കരമായ അടുത്തിങ്ങനെ പിടിക്കുക, ഇതാക്കുക. അത് സ്നേഹത്തിൻ്റെ ഭാഗമൊന്നുമല്ല. അത് ഉള്ളിൽ നമ്മൾ ഈ പെഡോഫീൽ ക്യാരക്ടർ ഡെവലപ്പാകുന്നതിനുള്ള കാരണമായിത്തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹദീസ് കാണാം, ലാ തൻദുറു ഇലൽ മുർദാൻ, നിങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ആൺകുട്ടികളെ നിങ്ങൾ നോക്കാൻ പാടില്ല, അപകടം ഉണ്ടാക്കും. അബൂ ഹനീഫത്തുൽ കൂഫി റഹിമുള്ള ഫിഖ്ഹിൻ്റെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു മുഹമ്മദ് റഹിമുള്ള. ഭയങ്കര സ്റ്റൈലുള്ള ശിഷ്യനായിരുന്നു. അപ്പോൾ പഠിക്കുന്ന കാലഘട്ടം താടി മീശൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. അബൂ ഹനീഫ് ഇമാമ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ മുമ്പിലിരിക്കാൻ വിടൂല, ബാക്കിലിരിക്കുന്ന പറയാം.
ആ പഠനകാലം മുഴുവൻ മുഹമ്മദ് റഹിമുള്ള ഇരുന്നത് ക്ലാസ്സിൻ്റെ ബാക്കിലാണ്. അതായത് ഉസ്താദ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ മുപ്പര് ബാക്കിൽ എപ്പോഴാണ് മുമ്പിൽ ഇരുത്തിയത്? താരീഖിൻ്റെ ഗ്രന്ഥങ്ങൾ കാണാം. അന്ന് ചിമ്മിണി വളക്കിലും മുപ്പർക്ക് താടി മുളച്ചു എന്ന് കണ്ടപ്പോഴാണ് മുഹമ്മദ് റഹിമുള്ളനെ മുമ്പിൽ ഇരുത്തിയത്. മുഹമ്മദ് റഹിമുള്ള എന്തെങ്കിലും ആയിപ്പോയോ? ഒന്നും ആയില്ല. ഹനഫി ഫിഖിലെ അബൂ ഹനീഫ ഇമാമ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രണ്ടാളിൽ ഒരാൾ മുഹമ്മദ് റഹിമുള്ളയാണ്. അപ്പോൾ നമ്മുടെ പൂർവികന്മാർ അത്രയും ഗൗരവത്തിൽ സൃഷ്ടിച്ചിട്ട് ആ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ആ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പിന്നെ ആൺകുട്ടികളെ ആയാൽ പോലും നമ്മൾ മുതിർന്ന ആളുകൾ ഇപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മളെ പെൺകുട്ടിനെ അങ്ങനെ ഒറ്റയ്ക്ക് ഒരാണിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ നമ്മൾ അയക്കോ ഇല്ല. അതുപോലെ ആണിനെ ശ്രദ്ധിക്കണം. നമ്മളൊരു പെൺകുട്ടിനെ നമ്മളെ മോളെ മൂത്തമാൻ്റെ വീട്ടിലും വളമാൻ്റെ വീട്ടിലുള്ള രാത്രി കിടക്കാൻ വേണ്ടി അങ്ങനെ അയക്കോ? ബന്ധു വീടുകളിലൊക്കെ ഒരിക്കലുമില്ല. എന്നതുപോലെ ആൺകുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും ഇങ്ങനെ മറ്റേ പൂച്ചവറ്റമാരെ എല്ലാവരും ഒരുമിച്ച് പാടില്ല. ആ കടത്തത്തിന് ഡിസ്റ്റൻസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. എത്രത്തോളം നമ്മളിന്ന് കാലം പറയുന്നത് നമ്മൾ തിന്നാനും കുടിക്കാനും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പോലെ നമ്മളെ മക്കൾക്ക് ഒരു 5, 6, 7 വയസ്സാകുമ്പോൾ തന്നെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ഗൗരവത്തിൽ വിഷയം ശ്രദ്ധിച്ചോ. നടക്കുന്ന അബ്യൂസുകളൊന്നും തന്നെ വാതിൽ കുത്തിപ്പൊളിച്ച് വന്നിട്ട് നടന്ന അബ്യൂസല്ല. നടക്കുന്ന ഈ അപകടങ്ങളൊന്നും വാതിൽ കുത്തിപ്പൊളിച്ചിട്ട് വന്നതല്ല. ആ വാതിൽ സ്വമേധയാ തുറക്കുന്നതും ചിരിച്ചുകൊണ്ട് കടന്നു വരാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് സകല അപകടങ്ങളും സംഭവിച്ചത്. അതുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നിട്ട് അതിന്ന് സ്കൂളുകളിൽ പോലും പഠിപ്പിക്കാൻ വേണ്ടി പറയും. നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളെ മോനിക്ക് ഏതൊക്കെയാണ് ഗുഡ് ടച്ച്. ഇവിടെ തൊട്ടാൽ ഗുഡ് ടച്ചാണ്, ഇവിടെ ഗുഡ് ടച്ചാണ്, ഇവിടെ ഗുഡ് ടച്ചാണ്, ഇവിടെ എത്തുമ്പോൾ അത് ബാഡ് ടച്ചാണ്, ഇവിടെ തൊടാൻ അവകാശമായിരിക്കില്ല, ഇവിടെ ഗുഡ് ടച്ചാണ്, ഇവിടെ ഗുഡ് ടച്ചാണ്, ഇവിടെ ഗുഡ് ടച്ചാണ്, ഇത് ബാഡ് ടച്ചാണ്. ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് ഇതെങ്ങനെ പറയും? ഇതിപ്പോൾ അത്രയും പിന്നെ അപകടമാണ് ഉണ്ടാകുക. നമ്മളെ പെൺമക്കൾക്ക് ആൺകുട്ടികൾക്ക് ആ ഒരു ബോധം, നമ്മൾ ഒരു ഡിഫൻസ് സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അള്ളാഹു പറയാണ് വയഹ്ഫദു ഫുറൂജഹും, അവർ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെയും സൂക്ഷിച്ചുകൊണ്ട്. ഇതെല്ലാം ചെയ്യുന്നതറിയോ? അപകടം സംഭവിക്കാതിരിക്കാൻ. നമ്മൾ അപകടത്തിൽ ചാടരുത്, നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആളുകളും എന്ത് ചെയ്യരുത്? അപകടത്തിൽ ചാടരുത്. ദാലിക അസ്കാലഹും, ഇത് അവർക്ക് ഏറ്റവും പരിശുദ്ധമാണ്. ഖൽബ് സലാമത്താകും, ഹറാമുകളൊന്നും കാണുന്നില്ലെങ്കിൽ. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങൾ ആലോചിച്ചു കൂട്ടുന്നതിനെ പറ്റി, ചിന്തിച്ചു കൂട്ടുന്നതിനെ പറ്റിയിട്ട് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ വലിയ കരുണ കാണിച്ചു തന്നിരിക്കുകയാണ്. വഴി നമുക്ക് അല്ലാഹു പറഞ്ഞു തന്നു. കാണണ്ട, കണ്ണടച്ചേക്ക്, അകലം പാലിക്ക്, അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന മേഖലയിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു നമ്മുടെ കരുണ കാണിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ തഖ്വയും ഇഫ്ഫത്തുൽ ഖൈരി വസ്സഅദ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു ഇലൈഹി.